വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മേഖലാ യോഗങ്ങളിലാണ് നിർദ്ദേശം. ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സ്കൂളുകളിലെ അവസാന ദിനത്തിൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന നിലയിലുള്ള ആഘോഷ പരിപാടികൾ പാടില്ലെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ വേണം. സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങളിലുള്ള പ്രകടനവും അനുവദിക്കരുത്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനം, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി, 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവധിക്കാല അധ്യാപക പരിശീലനം, പാഠപുസ്തക വിതരണം എന്നിവയാണ് യോഗം പരിഗണിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ, ഡയറ്റ് പ്രിൻസിപ്പൽമാർ, എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, DPCമാർ, കൈറ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ വിദ്യാകരണ കോർഡിനേറ്റർമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2025-2026 വർഷത്തെ അവധിക്കാല അധ്യാപക സംഗമം പ്രീ സ്കൂൾ, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ അധ്യാപകർക്കും 2025 ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി സംഘടിപ്പിക്കും. പൊതുപരീക്ഷകളുടെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്ന HS, HSS, VHS വിഭാഗം അധ്യാപകർക്ക് അതിനനുസരിച്ചുള്ള ബാച്ചുകൾ ക്രമീകരിച്ച് പരിശീലനം നൽകും. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണോദ്ഘാടനം ഏപ്രിൽ 2ാം വാരം മുഖ്യമന്ത്രി നിർവഹിക്കും. ഭിന്നശേഷിക്കാരനായ സുഹൃത്തിന് വീൽചെയർ നൽകി മാതൃകയായി. രാജു ആലുക്ക, റിജോയ് ആന്റണി, വിൽസൺ ആലുക്ക എന്നിവർ ഉറ്റ സുഹൃത്തും ഭിന്നശേഷിക്കാരനുമായ ബിജു പോളിനാണ് ഇവർ വീൽചെയർ നൽകിയത്. ഹൌസിംഗ് ബോർഡ് കോളനിയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ VJ ജോജി വീൽചെയർ കൈമാറി. നിതിൻ പുല്ലൻ, MD ഷിജു, ജിൻസൺ എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. കാരണം ഞാനിങ്ങനെ ഒരു വീൽചെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ രാജേട്ടനോട് പറഞ്ഞപ്പോൾ രാജേട്ടൻ അത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ശരിയാക്കി തരാം. അപ്പോൾ കാരണം ഇപ്പോൾ ഈ 1 വർഷത്തോളമായിട്ട് ഞാൻ വീട്ടിൽ തനിച്ചാണ്. കാരണം അപ്പനമ്മയും മരിച്ചു, ചേട്ടനും പിന്നെ സഹോദരങ്ങളൊക്കെ അവരൊക്കെ എല്ലാ കാര്യത്തിനും ഉണ്ട്, കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് വീൽചെയർ ചിലപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരും. ചിലപ്പോൾ 1-2 കൊല്ലത്തിനുള്ളിൽ ചിലപ്പോൾ 2-3 വീൽചെയർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വീലൊക്കെ ഓടിയുക, നമുക്ക് അത് ശരിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനത്തെ ഒരു നമുക്ക് വർഷമോ കാര്യങ്ങളൊന്നും ഇല്ല വീൽചെയറിൻ്റെ. അപ്പോൾ എനിക്കൊരു 6 മാസം മുൻപ് ഒരു വീൽചെയർ കിട്ടി. പക്ഷേ അത് കംപ്ലയിൻ്റ് ആയി പഞ്ചായത്തിൽ കിട്ടി. അത് വളരെ തീരെ വളരെ വിലയില്ലാത്തൊരു വീൽചെയർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ പറയാണ്, ഇത്തരം പഞ്ചായത്തുകളിലൊക്കെ നല്ലൊരു വീൽചെയറും കൂടി കിട്ടുകയാണെങ്കിൽ എനിക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വീൽചെയർ തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന് എല്ലാവരോടും ഞാൻ പറയാണ്. അത് തന്ന എല്ലാവർക്കും റിജോയ് ചേട്ടനും രാജു ചേട്ടനും വിൽസൺ ചേട്ടനും എല്ലാ നന്ദിയും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എനിക്കിപ്പോൾ പറയാണ്ട് രാജേട്ടനുണ്ട് ഒരു വീൽചെയർ വേണമെന്ന് പറയാം. എന്നെപ്പോലെ കുറേ പേര് വീട്ടിൻ്റെ ഉള്ളിൽ ആരോടും പറയാൻ പറ്റാതെ കുറേ പേരുണ്ട്. ബിജു പോള് 25 വർഷം മുൻപ് ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞു വരുന്നത്. അദ്ദേഹം ആ 25 വർഷത്തിന് ശേഷം ഡിഗ്രി എടുത്തു. അതിനുശേഷം LLBക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. LLB പഠിച്ചു. ഡിഗ്രി എടുത്തത് ഞാൻ BA എടുത്തു. റെഗുലറായിട്ട് കേരളമാർ പോയിട്ട് MA ചെയ്തു. BA പഠിച്ചു, MA പഠിച്ചു. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസം ഈ അപകടത്തിന് ശേഷം ഈ അവസ്ഥയിൽ അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ കടന്നു പോകുന്നതിനും മറ്റും നടന്നു പോകുന്നതിനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ ഒരു വീൽചെയർ ആവശ്യമായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഏതൊരു സംഘടന വഴിക്ക് ഒരു വീൽചെയർ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത് നമ്മുടെ രാജുവിനെ, നമ്മുടെ ചാലക്കുടിയിൽ നിങ്ങളെല്ലാവരും അറിയണ ആളിനെ രാജുവിനെ ഇവർ അറിയിച്ചു. പക്ഷെ രാജു സംഘടനകളെ കാത്തു നിൽക്കാൻ നിന്നില്ല. രാജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള റിജോയിനെയും അതോടൊപ്പം തന്നെ വിൽസൺ ചേട്ടനെ സമീപിച്ചു. റിജോയും വിൽസൺ ചേട്ടനും രാജുവും കൂടി ചേർന്നപ്പോൾ ഇന്നിപ്പോൾ ഒരു വീൽചെയർ ബിജുവിന് ഇന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ വലിയൊരു മനസ്സ്, ചെറിയൊരു മനസ്സിൽ ആ വലിയ മനസ്സിന് പ്രത്യേകം വാർഡ് കൗൺസിലർ എന്നുള്ളതിൽ ഞാൻ ഈ 3 പേർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ ഇതിൽ രാജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജു ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇടപെട്ടുള്ളത്. ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ വിഷയത്തിൽ നിരവധി വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ചാലക്കുടി നഗരസഭയിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് സ്വന്തമായ രീതിയിൽ അല്ലെങ്കിൽ നേരെ കടന്നു ചെന്ന് പരാതികളോ അല്ലെങ്കിൽ അപേക്ഷകളോ കൊടുക്കാൻ സാഹചര്യം ഇല്ലായിരുന്ന ഘട്ടത്തിൽ രാജുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം സംഘടിപ്പിക്കുകയും അവിടെ
ബഹുമാനായിട്ടുള്ള അന്നത്തെ ചെയർമാനായിരുന്ന എബി ജോർജ് മുൻകൈയെടുത്ത് അവിടെ റാമ്പ് സ്ഥാപിക്കുകയുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സമരം ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ നടപടിയായി. വർഷങ്ങളോളം ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല, റാമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് രാജുവിൻ്റെ ഇടപെടലോടെയാണ് അത് നടന്നത്. അപ്പോൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നെ പറഞ്ഞു, ആനമല ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടിട്ട് ഇപ്പോൾ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിബു. അപ്പോൾ ഷിബുവിന് ഇനി ഒരു വീൽ ചെയർ വേണം. വീൽ ചെയർ വെച്ചാൽ കുറച്ചും കൂടി മോട്ടറിൽ പ്രവർത്തിക്കാവുന്ന വീൽ ചെയർ വേണമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപയിലധികം ചെലവ് വരും. അപ്പോൾ അത് ഈ കൂട്ടായ്മ വേറെ കുറേ ആൾക്കാരൊക്കെ അറിയാം. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് അലഹബാദ് ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഹർജിയിൽ ലക്നൌ ബെഞ്ച് ഏപ്രിൽ 21 വാദം കേൾക്കും. അതിനുള്ളിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിനൊപ്പം ബ്രിട്ടീഷ് പൗരത്വവും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകയിൽ നിന്നുള്ള BJP പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി 4 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം മറച്ചുവെച്ചുവെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. അതിനാൽ രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം. വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ കേന്ദ്രത്തിനായി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെ 2 മാസത്തെ സമയം ചോദിച്ചെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. ജസ്റ്റിസ് അദൌർ റഹ്മാൻ മസൂദി, ജസ്റ്റിസ് അജയ് കുമാർ ശ്രീവാസ്തവ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യം 2019 സമർപ്പിച്ചെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ അശോക് പാണ്ഡെ പറഞ്ഞു. വിഷയത്തിൽ നേരത്തെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനു ശേഷം ഹർജിക്കാരൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പുതിയ വിവരങ്ങൾ നൽകിയെന്നും പൊതു താൽപര്യ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട് വിഘ്നേഷ് ഇമെയിൽ വഴി UK സർക്കാരിനെ സമീപിച്ചിരുന്നു. 2022 VSS ശർമ്മ എന്നയാൾ സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ രാഹുലിന്റെ അനുമതിയില്ലാതെ ഇവ വെളിപ്പെടുത്താൻ UK സർക്കാർ വിസമ്മതിച്ചു എന്നുമാണ് ഹർജിക്കാരൻ പറയുന്നത്. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര SN ട്രസ്റ്റ് ഹാളിൽ വൈകിട്ട് 5:30 നടക്കുന്ന ഇഫ്താർ സംഗമം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കൊടകര ജുമാ മസ്ജിദ് ഇമാം അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളും പ്രസ് ക്ലബ് കുടുംബാംഗങ്ങളും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ്, സെക്രട്ടറി TG അജു എന്നിവർ പങ്കെടുത്തു. ചേർന്നുകൊണ്ടുള്ള ഇഫ്താർ സംഗമമാണ് മുൻവർഷങ്ങളിൽ നടത്തിയിട്ടുള്ളത് പോലെ തന്നെ ഈ വർഷവും നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അലി സക്കാഫി ഇമാം കൊടകര ജുമാ മസ്ജിദ് അവരാണ്. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 52 വർഷത്തെ കഠിന തടവും 1,95,000 രൂപ പിഴയും വിധിച്ചു. കനകമല പെരിങ്ങാടൻ വീട്ടിൽ 25 വയസ്സുള്ള ഹരിപ്രസാദിനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 52 വർഷത്തെ കഠിന തടവിനും 1,95,000 രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത്. 12 വയസ്സുകാരിയായ പെൺകുട്ടിയെ മുരിയാട് ക്ഷേത്ര പരിസരത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയി മുരിയാട് അണ്ടിക്കമ്പനി പരിസരത്തുള്ള പാടത്തെ ബണ്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കുറ്റത്തിനാണ് പ്രതിയെ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PS സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന KC രതീഷാണ് അന്വേഷണം നടത്തി ചാർജ് ഹാജരാക്കിയത്. സബ് ഇൻസ്പെക്ടർ VP അരിസ്റ്റോട്ടിൽ, ASIമാരായ KK പ്രസാദ്, ധനലക്ഷ്മി എന്നിവർക്കുൾപ്പെട്ട അന്വേഷണ സംഘമാണ് സ്പെഷ്യൽ പോക്സോ കോടതി ചാലക്കുടിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ആളൂർ പോലീസ് സ്റ്റേഷൻ CPOമാരായ സതീഷ്, ഡാനിയൽ സാനി, ബിലഹരി KS, സ്പെഷ്യൽ പോക്സോ കോർട്ട് ലൈസൺ ഓഫീസർ ശ്രീമതി ചിത്തിര VR എന്നിവർ ഏകോപിപ്പിച്ചു. ദേശീയപാതയിൽ കരയാമ്പറമ്പ് സെക്കൻഡ് ജംഗ്ഷനിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. തൃശൂർ ഭാഗത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകുകയായിരുന്ന 3 കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. സിഗ്നലിൽ പെട്ടെന്ന് നിർത്തിയ കാറിന് പിന്നിൽ മറ്റു 2 കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അങ്കമാലി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
തൃശൂർ പൂരം 2025 എക്സിബിഷനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് പവലിയനിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും താൽപര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിലെ കുടുംബശ്രീ, ചെറുകിട വ്യവസായ, പരമ്പരാഗത കരകൗശല, പട്ടികജാതി പട്ടികവർഗ സംരംഭകർ മാർച്ച് 29 വൈകിട്ട് 5 മുൻപായി അപേക്ഷ, ഉദ്യം രജിസ്ട്രേഷൻ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം മാനേജർ, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ വ്യവസായ കേന്ദ്രം, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഐസ്ക്രീം, ജ്യൂസ്, ചായ, കാപ്പി, പാനീയങ്ങൾ, ലഘുഭക്ഷണ ഇനങ്ങൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് സ്റ്റാൾ അനുവദിക്കുന്നതല്ല. ഫോൺ 9188127000. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്നതിന് ചാലക്കുടി നഗരസഭ കൗൺസിൽ അംഗീകാരം നൽകി. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയെ നാടുകടത്തണമെന്ന് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. അതിരിപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തവളക്കുഴി മലയൻ നിയുക്തി അംഗനവാടിയിൽ 1000 വാട്ട്സ് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് പ്രവർത്തനക്ഷമമായി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 31 വരെ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം. വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 52 വർഷത്തെ കഠിന തടവും 1,95,000 രൂപ പിഴയും വിധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.